ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? റേപ്പ് ഇപ്പൊ ഞങ്ങളെ ആക്രമിക്കുന്നവർ, ഞങ്ങളെ കളിയാക്കുന്നവർ, ഇപ്പൊ മന്ത്രി MP രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഇത് ഭയങ്കര കോംപ്രമൈസ് ആയി പോയത്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കും. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് CPM-ൽ നിന്ന് പറയാലോ, ഞങ്ങൾ പേര് പറയും. അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി. അതെല്ലാം പറഞ്ഞു. ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് മാറ്റി, പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണ്. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ്. ഞാനൊരു 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വേറെ ഒരു പാർട്ടിയിലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും, നിങ്ങളെ കൊണ്ട് പറയിക്കും. വേറെ ഒരു പാർട്ടിയെ പോലെ അല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള, പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ, ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവിടെ തന്നെ ഇരിക്കല്ലേ ആളുകൾ. അതല്ല, ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട, ഞാൻ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കും. ചോദിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോ CPM-ന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന്. അവരാരും ഞാൻ പറയണൊക്കെ ഞാനല്ലേ സംസാരിച്ചോണ്ട് എന്റെ പറഞ്ഞിട്ട് കഴിഞ്ഞു. അവരെല്ലാവരും ഈ CPM നേതാക്കൾ ഇത്രമാത്രം ആളുകൾ, ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ CPM-ൽ ഒരു നടപടിയെടുക്കാതെ, ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് അടയാളപ്പെടുത്തിയത്. അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങള് എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ തീരുമാനമെടുത്തു.